ശരി, ഇപ്പോൾ IP അബ്ദുൽ സലാം അദ്ദേഹം സെക്രട്ടറിയാണ് KNM മർക്കസ് ദുബൈയുടെ. ശ്രീ അബ്ദുൽ സലാം, ഇങ്ങനെയാണോ ആ ഒരു പ്രധാനമന്ത്രിയെ കണ്ടതിലുള്ള സന്തോഷം, പ്രധാനമന്ത്രിയിൽ നിന്ന് കിട്ടിയ ഉറപ്പ്, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കാന്തപുരം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുകയായിരുന്നു? മുസ്ലിങ്ങൾ അരക്ഷിതരല്ല, സുരക്ഷിതരാണ്, ഞങ്ങൾക്കിവിടെ ബുദ്ധിമുട്ടില്ല, മതസ്ഥാപനങ്ങൾ നടത്തുന്നതിൽ ബുദ്ധിമുട്ടില്ല, പള്ളികളിൽ ബുദ്ധിമുട്ടില്ല, ഇതൊക്കെ അദ്ദേഹം പറഞ്ഞത് ആ ഒരു സന്തോഷത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണോ? യഥാർത്ഥത്തിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം അതിനുശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ പുറത്തുവിട്ട ആശയം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന് യാതൊരു അരക്ഷിതാവസ്ഥയുമില്ല, മാത്രമല്ല ഇവിടെ എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്, നിർഭയത്വമുണ്ട് എന്നാണ് പറഞ്ഞത്. സത്യത്തിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ 2014 ശേഷമുള്ള ചരിത്രം എടുത്തു നോക്കുന്ന ഏതൊരു ആൾക്കും മനസ്സിലാവുന്നത് ഇന്ത്യ രാജ്യത്ത് പ്രത്യേകിച്ച് BJP ഭരണകൂടം, സംഘ് പരിവാർ ഭരണകൂടം ഇന്ത്യയിൽ വന്നതിന് ശേഷം ഇന്ത്യൻ മുസ്ലിങ്ങൾ അനുഭവിച്ചിട്ടുള്ള, ന്യൂനപക്ഷങ്ങൾ അനുഭവിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ മാത്രമല്ല ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ ദളിത് വിഭാഗങ്ങളുമൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അതിഭീകരമായ ദുരന്താവസ്ഥകൾ നമുക്ക് കാണാൻ സാധിക്കും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഏതൊരാൾക്കും, ഇപ്പോൾ ഗുജറാത്ത് കലാപത്തിന് ശേഷം തന്നെ ഡൽഹിയിൽ നടന്ന സംഭവങ്ങൾ നമുക്കറിയാം. അതുപോലെ തന്നെ ആസാമിലും ഒറീസയിലും അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലുമൊക്കെ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഇങ്ങനെ പറഞ്ഞയാൾ ചില്ലറക്കാരനല്ല. അപ്പോൾ ഈ താങ്കൾ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ വെറും നറേറ്റീവാണ് എന്ന രീതിയിലേക്ക് വ്യാഖ്യാനങ്ങൾ വരും കാന്തപുരത്തെ പോലെയുള്ള ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ. കാരണം അദ്ദേഹം രാജ്യത്തെ തന്നെ പ്രമുഖ മതപണ്ഡിതനാണ്, ഗ്രാൻഡ് മുഫ്തി എന്നുള്ള പട്ടമുള്ളയാളാണ് അദ്ദേഹം. അപ്പോൾ ഇതൊക്കെ കൊണ്ട് അദ്ദേഹത്തിന് ഈ പ്രശ്നങ്ങളില്ല. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിനില്ല, അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന വിഭാഗത്തിനില്ല. അപ്പോൾ പിന്നെ എന്താണ് കുഴപ്പം? കേരളത്തിലെ ഒരു ചെറിയ ന്യൂനപക്ഷ വിഭാഗമാണല്ലോ സത്യത്തിൽ ഇവിടുത്തെ ഏറ്റവും വലിയ മഹാഭൂരിപക്ഷം. കേരളത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ മഹാഭൂരിപക്ഷം ആളുകളും കേരളത്തിൽ യഥാർത്ഥത്തിൽ സമസ്ത എന്ന് പറയുന്ന EK വിഭാഗം ആളുകളാണ്. അതുപോലെ തന്നെ ഇവിടെ മുജാഹിദ് വിഭാഗങ്ങളുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ എടുത്തു നോക്കുമ്പോൾ അവിടെ നമ്മൾ ഏറ്റവും വലിയ വിഭാഗം എന്ന് പറയുന്നത് തബ്ലീഗ് ജമാഅത്ത് ഹനഫി വിഭാഗമാണ്. ഇന്ത്യയിലെ മറ്റൊരു വിഭാഗമാണ് അഹ്ലെ ഹദീസ് വിഭാഗം. കേരളത്തിലെ സലഫ് മുജാഹിദ് വിഭാഗങ്ങളുമായി യോജിച്ചു പോകുന്നവരാ. ഗ്രാൻഡ് മുഫ്തി എന്ന് പറയുന്ന പട്ടം അദ്ദേഹത്തിന് ആരാണ് നൽകിയത്? ഒന്നാമത്തത്. രണ്ടാമത്തെ ഒരു ചോദ്യമുണ്ട്. ഇന്ത്യയിൽ ഗ്രാൻഡ് മുഫ്തി എന്ന് പറയുന്ന ഈ സംവിധാനം കൊണ്ടുവന്നത് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ഒരു ന്യൂനപക്ഷമായ എന്ന് പറഞ്ഞാൽ 0.4% ഇവിടെയുള്ള ബോറ ടീമിൽ അവരുടെ ഗ്രാൻഡ് മുഫ്തി പദം അവർക്കാണ് ഉണ്ടായിരുന്നത്. ആ പദമാണ് യഥാർത്ഥത്തിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ തൻ്റേത് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അദ്ദേഹം താൻ ഗ്രാൻഡ് മുഫ്തിയാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ സമസ്തയില്ലേ, അല്ലെങ്കിൽ മറ്റു മുസ്ലിം ജനവിഭാഗങ്ങളില്ലേ? ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭ മുസ്ലിം ജനവിഭാഗങ്ങളിൽ 10% താഴെ വരുന്ന കാന്തപുരം വിഭാഗത്തിൻ്റെ ഗ്രാൻഡ് മുഫ്തി അദ്ദേഹമായിരിക്കാം, അതിന് നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ മൊത്തം കുത്തക അവകാശപ്പെടാൻ അദ്ദേഹത്തിന് എന്ത് അവകാശമാണുള്ളത്? അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ച് ഞാനാണ് ഗ്രാൻഡ് മുഫ്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് പറയുന്നതിലാണ് നമുക്ക് ആശങ്കയുള്ളത്. മാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ ചില ഒളി അജണ്ടകളുണ്ടോ എന്ന് നമ്മൾ സംശയിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അജിത് ഡോവൽ കേരളത്തിൽ വന്ന് അടുത്ത ദിവസം ഒരു സന്ദർശനം നടത്തി. ഇവിടെ രാജ്യസുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നടത്തിയ സന്ദർശനം അതീവ രഹസ്യമായിരുന്നു. ആ രഹസ്യ സന്ദർശനത്തിന് ശേഷമാണ് യഥാർത്ഥത്തിൽ കാന്തപുരവും അദ്ദേഹത്തിൻ്റെ വിഭാഗം ആളുകളും അദ്ദേഹത്തിൻ്റെ മകനെ ഉൾക്കൊള്ളുന്ന ആളുകളൊന്നായിട്ട് ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കാണുന്നത്. പ്രധാനമന്ത്രിയെ വിശ്വസനീയമായ കാര്യമാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു വിവരം കിട്ടിയിട്ടുണ്ടോ? അജിത് ഡോവലിന്റെ സന്ദർശനം ഇതിന്റെ കൂടി ഭാഗമായിരുന്നുവെന്ന്, കാന്തപുരത്തെ ഡൽഹിയിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ AP സമസ്തയെ കൂടെ നിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി. അങ്ങനെയാണെങ്കിൽ അതൊരു തന്ത്രപരമായ ഒരു നയതന്ത്ര നീക്കം കൂടിയാണല്ലോ. കേരളത്തിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP നടത്തിയിട്ടുള്ള ന്യൂനപക്ഷങ്ങളിലേക്കുള്ള ഒരു കടന്നുകയറ്റമുണ്ട് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ വിഭാഗങ്ങളിലേക്കും മറ്റു ന്യൂനപക്ഷങ്ങളിലേക്കും ഇടം അന്വേഷിച്ചുകൊണ്ടാണ് BJP ചില പ്രവർത്തനങ്ങൾ നടത്തിയത്. അതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഇതേ നിലപാട് തന്നെയാണ് BJP നടത്തിയിരുന്നത്. എന്നാൽ
അജിത് ഡോവലിൻ്റെ സന്ദർശനവും ഒക്കെ ആയിട്ട് ഇതിൽ ചില ബന്ധങ്ങളുണ്ടോ എന്ന് നമ്മൾ സംശയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുന്ന സമയത്ത് ന്യൂനപക്ഷ വോട്ടുകളെ അത് ചിഹ്ന ഭിന്നമാക്കുകയും എന്നിട്ട് അതിൽ നിന്ന് ഒരു വിഭാഗത്തെ അടർത്തിയെടുത്തുകൊണ്ട് ഈ പ്രസ്താവനകൾ പ്രത്യേകിച്ച് ഈ അടർത്തിയെടുത്തുകൊണ്ട് അത് ഒരു വോട്ട് ബാങ്കാക്കി മാറ്റാനും ഉദ്ദേശിക്കുന്നു. മറ്റൊരു ഭാഗം ഈ ഒരു പ്രസ്താവന ഒരുപക്ഷെ കാന്തപുരത്തെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ ഇതാ ഇന്ത്യയിലെ ഗ്രാൻഡ് മുഫ്തി ഇങ്ങനെ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് യാതൊരു പ്രതിസന്ധിയും ഇന്ത്യയിലില്ല, യാതൊരു പ്രയാസവുമില്ല, ന്യൂനപക്ഷങ്ങൾക്കില്ല, അല്ലെങ്കിൽ ദളിത് വിഭാഗങ്ങൾക്കില്ല, ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കില്ല. നമുക്കറിയാലോ ആസാമിൽ നടക്കുന്നത് എന്താണ്, ഒറീസയിൽ നടക്കുന്നത് എന്താണ്, അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കുന്നത്, ഉത്തരേന്ത്യയിലെ UP-യിൽ നടക്കുന്നതൊക്കെ നമുക്കറിയാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.